ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ +2 മാത്തമാറ്റിക്സിലെ പ്രോബ്ലംസ് +2 മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഓരോ സെക്ഷനിലും ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫങ്ഷൻ തുടങ്ങിയ ഓരോ സെക്ഷനിലെയും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രോബ്ലംസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആണെങ്കിൽ ഈ ചാനൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അതുപോലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്യുന്നത്, അതായത് തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബൈനറി ഓപ്പറേഷൻ എന്ന സെക്ഷനിലെ 2 പ്രോബ്ലംസ് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിൽ അടുത്തൊരു പ്രോബ്ലം ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാർ ബി, അതായത് എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.4-ലെ 6th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതിൽ 5 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ്. ബൈനറി ഓപ്പറേഷൻ ഏതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതായത് ഒരു ബൈനറി ഓപ്പറേഷൻ പറയുമ്പോൾ ഏതെങ്കിലും സെറ്റ് ഡിഫൈൻ ചെയ്യണമല്ലോ. അത് എന്നാണ്? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. എ സ്റ്റാർ ബി ഈക്വൽ ടു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. എന്താണ്? എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഈ LCMനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. LCM എന്ന് പറയുന്നത് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ടും കോമൺ ആയിട്ട് പറയാറുണ്ട്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മൊത്തത്തിൽ അത് ഓരോന്നും അതായത് ആ ഒരു സംഭവം എന്താണെന്ന് അറിഞ്ഞിരുന്നാലേ മുമ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ LCM എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2-ന്റെയും 3-ന്റെയും 2-ഉം 3-യും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ LCM എന്താണെന്ന് ചോദിച്ചാൽ 2-ന്റെയും 3-ന്റെയും LCM എന്താണ്? അതായത് ഇതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടെത്താനുള്ള ഒരു ഐഡിയ എന്ന് വെച്ചാൽ, അതായത് അതിൻ്റെ ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാണെന്നുള്ളതാണ് ഉദ്ദേശം. ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാണ് ഈ വേർഡിൽ തന്നെ. അതായത് ഇത് കംപ്ലീറ്റ് ആയി ഇതിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് വരുന്നുണ്ട്. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന ഇതിനെന്തിനും, അതായത് ഏതാണോ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ 2-ന്റെയും 3-ന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അങ്ങനെ ഏത് 2 എലമെന്റ്സ് വരികയാണെങ്കിലും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണോ അത് പെട്ടെന്ന് കാണാൻ എങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം ഫസ്റ്റ് ഏതെങ്കിലും ഒരു എലമെന്റിനെ കൺസിഡർ ചെയ്യുക. 2 കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 ഇതിൻ്റെ ലോവസ്റ്റ്, 2-ന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണോ? അല്ല. 3-ന്റെ മൾട്ടിപ്പിൾ അല്ല 2 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് 4 കൺസിഡർ ചെയ്യാം. 2-ന്റെ മൾട്ടിപ്പിൾസ് ഓരോന്നും കൺസിഡർ ചെയ്യുക. അടുത്ത് 4 2-ന്റെയും 3-ന്റെ മൾട്ടിപ്പിൾ ആണോ? അതായത് ഇതിൻ്റെ മൾട്ടിപ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും എന്തായിരിക്കും? ഇതിൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെയായാലും ആയിരിക്കും. കാരണം അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. അതായത് ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്തു, പിന്നെ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ കണ്ടു 4, അതും അല്ല. അടുത്തത് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 6 3-ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? ആണ്. 6 3-ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 and 3 എത്രയാണ്? 6 ആയിരിക്കും വാല്യൂ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതായത് ജസ്റ്റ് ഇവിടെ സിംബോളിക്കലി എഴുതിയതാണ്. അതായത് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 and 3 എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക, അതിന്റെ മൾട്ടിപ്പിൾസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഫസ്റ്റ് മൾട്ടിപ്പിൾ, സെക്കൻഡ് മൾട്ടിപ്പിൾ, തേർഡ് മൾട്ടിപ്പിൾ, അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോയി നോക്കുക. അത് മറ്റേതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്, എവിടെയാണ് വരുന്നത് അവിടെ നിർത്തുക. അതായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. അത് കണ്ടെത്താനുള്ളൊരു മെത്തേഡ് പറഞ്ഞതാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തന്നെ വേണമെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് മൾട്ടിപ്പിൾ, സെക്കൻഡ് മൾട്ടിപ്പിൾ, തേർഡ് മൾട്ടിപ്പിൾ. അപ്പോൾ തേർഡ് മൾട്ടിപ്പിൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണ്, 3-ന്റെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ പിന്നെ പ്രത്യേകം നോക്കണ്ട, കാരണം അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എഴുതി വരുന്നത്. അതെങ്ങനെയായാലും ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 4 അതായത് 6-ലെത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ 2-ന്റെയും 3-ന്റെയും LCM എന്ന് പറയുന്നത് 6. 2-ന്റെയും 3-ന്റെയും LCM എന്ന് പറയുന്നത് 6. അതാണ് LCMന്റെ ഒരു LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ LCM പോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, HCF. അതും ഇതിൻ്റെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. അതായത് HCF എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്.
HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഏതെങ്കിലും എലമെന്റ്സ് തന്നിട്ട് അതിന്റെ HCF ചോദിച്ചാൽ ആ എലമെന്റ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണോ അതാണ് HCF എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണോ അതാണ് HCF എന്ന് പറയുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അത് ജസ്റ്റ് അതിനെ പരിചയപ്പെടുത്തിയത് മാത്രം. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള LCMന്റെ പ്രോബ്ലം ആണ്. അപ്പൊ LCMന്റെ ഫസ്റ്റ് കൊടുത്തിരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് 5 star 7-ഉം 5 star 7-ഉം അതുപോലെ 20 star 16-ഉം. ഇതിന് രണ്ടിന്റെ വാല്യൂസ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 5 star 7 എത്രയാണ്, അതുപോലെ 20 star 16 എത്രയാണ്. 5 star 7 എത്രയാണ്, 20 star 16 എത്രയാണ്. അപ്പോൾ 5 star 7 എന്ന് പറയുന്നത് 5 star 7 ഈക്വൽ ടു LCM ഓഫ് 5 and 7. LCM ഓഫ് 5 and 7 LCM ഓഫ് 5 and 7 ഈക്വൽ ടു എത്രയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ എഴുതി നോക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ നോക്കുക. 5 10 ന്റെ മൾട്ടിപ്പിൾ അല്ല, അതുപോലെ 15 അല്ല, 20 അല്ല, 25 അല്ല, 30 അല്ല, 35 ആണ്. 35 ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്, 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 5 and 7 എന്ന് പറയുന്നത് ഏതാണ് 35. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 5 and 7 എന്ന് പറയുന്നത് 35. ഇനി 20 16 നോക്കുമ്പോൾ അതായത് സ്റ്റെപ്പുകൾ എഴുതുന്നില്ല. 20 16 നോക്കുമ്പോൾ എങ്ങനെയാണ്, നമുക്കറിയാം 20 40 60 16ന്റെ മൾട്ടിപ്പിൾ അല്ല, 80 അല്ല, 100 അല്ല, അതുപോലെ 80 ആണ്. 80 ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്, 16ന്റെ മൾട്ടിപ്പിൾ ആണ്. 80 5 into 16 80 ആണ്. അപ്പോൾ 20 star 16 ഈക്വൽ ടു എത്രയായിരിക്കും, 80. 20 star 16 എത്രയാണ്, 80. അതായത് നമുക്ക് വേറെ ഇങ്ങനെ എഴുതി നോക്കണമെന്നില്ല, നമ്മൾ ജസ്റ്റ് മനസ്സിൽ നോക്കിയാലും മതി. അതിന്റെ ഓരോ മൾട്ടിപ്പിൾ ഇങ്ങനെ വരുന്നത് ഏതാണോ അടുത്തതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, അതായത് കണ്ടെത്തേണ്ടത് എന്താണോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതെങ്ങനെയെങ്കിലും കണ്ടെത്തുക. അതിന്റെ ഒരു മെത്തേഡാണ് നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, അതാണ് ഇവിടെ ചെയ്തത്. അത് വെച്ചൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 35-ഉം 20 star 16 എന്ന് പറയുന്നത് 80. 20 star 16 എന്ന് പറയുന്നത് 80. അതാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ, ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത്, കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം LCM ഓഫ് A and Bയും LCM ഓഫ് B and A എടുത്താലും എന്താണ്, സെയിം വാല്യൂ ആണ്. A-ന്റെയും B-ന്റെ LCM കാണുന്നതും അല്ലെങ്കിൽ B-ന്റെ A-ന്റെയും LCM കാണുന്നത് എന്താണ്, സെയിം വാല്യൂവിനാണ് ലഭിക്കുക. അപ്പോൾ ഇത് എന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഫോർ എനി AB element of n A star B equal to LCM of A and B. A star B equal to LCM of A and B equal to LCM of B and A equal to LCM of B and A equal to B star A. അപ്പോൾ നമ്മൾ ഇത് ലഭിച്ചു A star B equal to B star A. A star B equal to നമുക്ക് എന്ത് ലഭിച്ചു, B star A എന്ന് ലഭിച്ചു. എന്താണ് ലഭിക്കേണ്ടത്, A star B equal to B star A എന്ന് ലഭിച്ചാൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. therefore ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ദിസ് ബൈനറി ഓപ്പറേഷൻ ഈസ് അല്ലെങ്കിൽ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ നമുക്ക് എന്താ, therefore star is commutative. അതായത് നമുക്ക് എന്ത് ലഭിച്ചു, A star B എടുത്തപ്പോൾ അത് B star Aക്ക് ഈക്വൽ ആണെന്ന് ലഭിച്ചു. therefore star is commutative. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഓപ്പറേഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്നുള്ളത്. എന്താണ് ചോദിച്ചത്, അസോസിയേറ്റ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് എന്താണ്, നമുക്ക് A star B equal to എന്തെഴുതും, B star A. A star B equal to B star A വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ്.
ഇനി അസോസിയേറ്റീവ് ആണോ അല്ലേ നോക്കാം. അപ്പൊ അസോസിയേറ്റീവ് ആണോ അല്ലേ എന്ന് അറിയുന്നതിന് മുമ്പ്, അതായത് ഏത് 3 എലമെന്റ്സിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അത് ഏത് ഓർഡറിൽ എടുത്താലും ABC, BAC അല്ലെങ്കിൽ ABC, അങ്ങനെ ഏത് ഓർഡറിൽ എടുത്താലും ആ 3 എലമെന്റ്സിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണുമ്പോൾ എങ്ങനെ ഓർഡറിൽ എടുത്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. 3 എലമെന്റ്സിന്റെയും അതിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഏത് 3 എലമെന്റ്സിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ സെയിം ആണ്. അപ്പോൾ ഇത് അസോസിയേറ്റീവ് ആയിരിക്കും. അതായത് നമുക്കറിയാം A star B star C equal to LCM of A and B. LCM of A and B star C equal to LCM of ABC equal to LCM of ABC. അതായത് LCM of A and B star C എന്ന് പറയുന്നത് LCM of ABC. ഇതിന് 3ന്റെ LCM ആയിരിക്കും ഈ സ്റ്റാർ ഓപ്പറേഷൻ വെച്ച് ചെയ്യുന്നത് ലഭിക്കുന്നത്. അത് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? A star നമുക്ക് എഴുതാം A star LCM of B and C. A star LCM of B and C, അതായത് A star B star C, അതായത് LCM of B and C എന്ന് പറയുന്നത് B star C. അതായത് നമ്മൾ അസോസിയേറ്റീവ് ആണ്, ഏത് 3 എലമെന്റ്സിന്റെയും കൺസിഡർ ചെയ്ത് അതിന്റെ LCM സെയിം ആയിരിക്കും. അത് നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എഴുതാണ് ചെയ്യുന്നത്. ആ അസോസിയേറ്റീവിന്റെ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. അതായത് A star B star C ഈക്വൽ ടു നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? A star B star C എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക LCM of A and B star C ഈക്വൽ ടു LCM of ABC. അതിന് എന്തിന് ഈക്വൽ ആണ്? A star LCM of B and C ക്ക് ഈക്വൽ ആണ്. അതായത് A star B star C. അതായത് അസോസിയേറ്റീവിന്റെ കണ്ടീഷൻ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ആ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം ആ ഒരു കണ്ടീഷൻ നമുക്ക് അറിയാം LCM of ABC എന്ന് പറയുന്നത് ഈക്വൽ ആണ്. LCM of ABC എങ്ങനെ എടുത്താലും ഒരു സെയിം വാല്യൂ ആണ് ലഭിക്കുക. അപ്പോൾ A star B star C ഈക്വൽ ടു നമ്മൾ എങ്ങനെ എത്തിക്കുക? അസോസിയേറ്റീവ് ആണല്ലോ, നമുക്കറിയാം, ആ ഒരു കണ്ടീഷൻ അറിയാം. LCM of ABC എങ്ങനെ എടുത്താലും ഈക്വൽ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ഏത് A star B star C എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചു. A star B star C. അപ്പോൾ എന്താണ്? A star B star C ഈക്വൽ ടു എന്ത് ലഭിച്ചു? A star B star C എന്ന് ലഭിച്ചു. Therefore അടുത്ത ലൈനായിട്ട് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റാർ അസോസിയേറ്റീവ് ആണോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. Therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ട് നമ്മൾ കവർ ചെയ്തു. ഇനി അതിൻ്റെ ഫോർത്ത് പാർട്ടായിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഇൻ N. ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഇൻ N. ഐഡന്റിറ്റി എലമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഇൻ N. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഒരു അതായത് ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ എന്നാണ് വിളിക്കുന്നത്. അതായത് കോമൺ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന എന്നാണ്. ഈ എലമെന്റ് ഓഫ് N ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി എലമെന്റ് കണ്ടെത്താനാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? A star E ഈക്വൽ ടു E star A ഈക്വൽ ടു എന്ത് ലഭിക്കണം? A star E ഈക്വൽ ടു E star A ഈക്വൽ ടു A എന്ന് ലഭിക്കണം. അതായത് ആ ഐഡന്റിറ്റി എലമെന്റിനായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റ് തന്നെ ലഭിക്കണം. ഇതാണ് ഐഡന്റിറ്റി എലമെന്റ്. എന്നുള്ളതാണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ഏതൊരു എലമെന്റിനെയും എന്നിലുള്ള ഏതൊരു എലമെന്റിനെയും ഈ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ എലമെന്റ് നമ്മൾ എടുത്ത എലമെന്റ് ഏതാണോ ആ വാല്യൂ തന്നെ ലഭിക്കണം. അതിനാണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഉറപ്പായിട്ടും തിയറി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഈ. അപ്പൊ നമുക്കറിയാം ഈ ഐഡന്റിറ്റി എലമെന്റ് വരണമെങ്കിൽ LCM ഓഫ് A and B ആണല്ലോ. അപ്പൊ രണ്ട് എലമെന്റ്സിന്റെ LCM ഒരു ഐഡന്റിറ്റി എലമെന്റ് അവിടെ വരണമെങ്കിൽ ഏതാണ് വരേണ്ടത്? എങ്ങനെയായിരിക്കും വരേണ്ടത്? അതായത് LCM ഓഫ് A and B ഈക്വൽ ടു അല്ലെങ്കിൽ LCM ഓഫ് A and E. അതായത് LCM ഓഫ് ഇവിടെ A star എന്ന് പറയുന്നത് A and E. LCM ഓഫ് A and E ഈക്വൽ ടു A വരണം. അതാണ് ഇതിന്റെ അർത്ഥം. LCM ഓഫ് A and E. അതായത് രണ്ട് എലമെന്റ്സിന്റെ LCM എടുക്കുമ്പോൾ ആ ഫസ്റ്റ് എലമെന്റ് തന്നെയാണ്
ലഭിക്കുന്നത്, LCM ആയിട്ട് ലഭിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അപ്പം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം, ഒന്ന് എടുത്ത് നോക്കാം. അതായത് നമ്മളെപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി അങ്ങനത്തെ ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ LCM അല്ലെങ്കിൽ അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനത്തേലൊക്കെ അധികം ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 0 അല്ലെങ്കിൽ 1. ഈ രണ്ട് വാല്യൂസ് ആണ് കോമൺ ആയിട്ട് വരാറ്, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരാറ്, കോമൺ ആയിട്ട് വരാറ്. വേറെ ഐഡൻറ്റിറ്റി എലമെൻ്റ് പ്രോബ്ലത്തിന് കണ്ടീഷൻസ് അനുസരിച്ച് മാറാം. പക്ഷെ അപ്പം നമുക്കറിയാം ഇവിടെ 1 ചെക്ക് ചെയ്യുമ്പോൾ LCM ഓഫ് 1 and 3 എത്രയാണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 1 and 3 അത് എത്രയാണ്? 3. LCM ഓഫ് 1 and 5 അത് 5. LCM ഓഫ് 1 and 10 എത്രയാണ്? 10. അപ്പോൾ ഏതിന് ഒന്നിനായിട്ട് ഏതൊരു എലമെൻറ്റിന് ഒന്നും വേറെ എലമെൻറ്റും കൂടി LCM കൺസിഡർ ചെയ്യുമ്പോൾ ഏത് എലമെൻറ്റിനാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു വാല്യൂവിനാണ് നമുക്ക് എന്ത് ലഭിക്കുക? LCM ആയിട്ട് ലഭിക്കുക. അപ്പോൾ LCM അപ്പോൾ നമുക്ക് അറിയാം, ഫോർ എനി A element of n, LCM of A and 1 equal to A, that is A star 1 equal to 1 star A equal to A. Therefore, the identity element is 1. The identity element equal to, the identity element equal to 1 എഴുതാം. ഐഡൻറ്റിറ്റി എലമെന്റ് ഈക്വൽ ടു 1. അതായത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് മുതലാണ് സ്റ്റെപ്പ് നോക്കിയാൽ മതി. അതായത് ഫോർ എനി A എലമെന്റ് ഓഫ് n, LCM ഓഫ് A and 1 ഈക്വൽ ടു A, LCM ഓഫ് A and 1 ഈക്വൽ ടു A, അല്ലെങ്കിൽ LCM ഓഫ് A and 1 LCM ഓഫ് 1 and A ഈക്വൽ ടു A എന്ന് എഴുതാം. That is, അതായത് A star 1 equal to 1 star A equal to A, LCM of A and 1 equal to A എന്ന് എഴുതാം. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് LCM of 1 and A, LCM of 1 and A equal to A, ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് അപ്പോൾ that is A star 1 equal to 1 star A equal to A, therefore identity element equal to 1. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇത്രയുമാണ് സ്റ്റെപ്പ്. അതായത് ഫോർ എനി A എലമെന്റ്, ഏതൊരു എലമെന്റ് A എന്നുള്ളത് എന്നിലെടുത്താലും LCM ഓഫ് A and 1 ഈക്വൽ ടു, അല്ലെങ്കിൽ LCM ഓഫ് A and 1 ഈക്വൽ ടു A, അതുപോലെ LCM ഓഫ് 1 and A ഈക്വൽ ടു A, ദാറ്റ് ഈസ് A star 1 ഈക്വൽ ടു 1 star A ഈക്വൽ ടു A. Therefore ഐഡന്റിറ്റി, അതായത് നിങ്ങൾ സ്റ്റെപ്പുകൾ എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ നല്ല സെൻറ്റൻസ് ആയിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെന്റ് എന്താണ്? ഈക്വൽ ടു 1. ഐഡൻറ്റിറ്റി എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് 1 ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് പാർട്ട്, ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുന്നത് വിച്ച് എലമെന്റ്സ് ഓഫ് n ആർ ഇൻവേർട്ടിബിൾ ഇൻ ദ ഓപ്പറേഷൻ ഇൻ ദ ഓപ്പറേഷൻ സ്റ്റാർ. ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷനിൽ ഇൻവേർട്ടിബിൾ എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻവേർട്ടിബിൾ എലമെന്റ്സ്, അപ്പൊ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ലഭിച്ചു. എന്ത് ഐഡന്റിറ്റി? ഇതിന്റെ മുമ്പത്തെ പാർട്ടിൽ നമുക്ക് ലഭിച്ചു ഐഡന്റിറ്റി എലമെന്റ് ഈക്വൽ ടു 1. ഇനി ഒരു എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, ഈ എന്നിലുള്ള ഒരു എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇതേ ഓപ്പറേറ്റഡ് വിത്ത് 1, ഇതേ ഓപ്പറേറ്റഡ് വിത്ത് വേറൊരു എലമെന്റ് എന്ത് ലഭിക്കണം? 1 ലഭിക്കണം. അതായത് ഒരു A എന്നുള്ള ഒരു എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ A star B ഈക്വൽ ടു 1 എന്ന് ലഭിക്കണം. A star B ഈക്വൽ ടു 1. അതായത് ഒരു A star B ഈക്വൽ ടു 1 ലഭിക്കണമെങ്കിൽ നമുക്കറിയാം A star B എന്ന് പറയുന്നത് LCM ഓഫ് A and B. LCM ഓഫ് രണ്ട് നമ്പേഴ്സ് 1 എന്ന് ലഭിക്കണമെങ്കിൽ, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ് A and B എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 1 എന്ന് ലഭിക്കണമെങ്കിൽ എന്തായിരിക്കണം? രണ്ടിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. എന്റെ വാല്യൂ 1 ആയിരിക്കണം, ബിന്റെ വാല്യൂ 1 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? LCM ഓഫ് A and B ഈക്വൽ ടു 1 വരുള്ളൂ. നമുക്ക് അതായത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും.
രണ്ട് എലമെന്റ്, അതായത് ഒന്നിൽ കൂടുതലുള്ള ഏത് എലമെന്റ് എയോ ബി ആയിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? LCM ആ ഒരു വാല്യൂ ആയി മാറും. ഒന്നും ആ ഒരു എലമെന്റും എടുക്കുമ്പോൾ, സോറി ഒന്നും ആ എലമെന്റ് അല്ല, ഒന്നിൽ കൂടുതലുള്ള ഏത് എലമെന്റ്സ് എക്കോ ബിക്കോ വരികയാണെങ്കിൽ LCM എങ്ങനെയായാലും നമുക്ക് 1 ലഭിക്കില്ല. അതായത് 1 ലഭിക്കുന്ന LCM എ ആൻഡ് ബി എടുത്തിട്ട് 1 ലഭിക്കണമെങ്കിൽ രണ്ട് വാല്യൂ 1 എന്നായിരിക്കണം. 1*1 മാത്രമേ ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ എ ആൻഡ് ബി എടുക്കാൻ പറ്റുന്ന ഏതാണ്? രണ്ടും 1 എടുത്താൽ മാത്രമേ LCM 1 എന്ന് ലഭിക്കുള്ളൂ. അതായത് ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കണമല്ലോ. ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കുന്ന ഏത് മാത്രമാണ്? 1 മാത്രം എടുക്കുമ്പോഴാണ് 1 എന്നുള്ള കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിൽ മാത്രമേ LCM 1 എന്ന് ലഭിക്കുള്ളൂ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് എലമെന്റ്സ് ആർ ഇൻവേർട്ടിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1 മാത്രമേ ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കാൻ വേണ്ടി ഏത് എലമെന്റ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഏത് എലമെന്റ് മാത്രമേ ഉള്ളൂ? അപ്പോൾ ദ ഓൺലി എലമെന്റ് ഇൻവേർട്ടിബിൾ ഈസ്, ഈ 1 എന്നുള്ള എലമെന്റ് മാത്രമേ ഇവിടെ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളൂ. അതായത് ആ ഒരു എലമെന്റിനെ വേറെ ഏതെങ്കിലും എലമെന്റിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കണം. ഇൻവേർട്ടിബിളിന്റെ കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. അതായത് നമ്മളൊരു എലമെന്റ് എടുത്തു, ആ എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെന്നുള്ള കണ്ടീഷൻ എന്താണ്? ആ എലമെന്റിനെ വേറെ എലമെന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കണം. 1 ആണല്ലോ ഐഡന്റിറ്റി എലമെന്റ്, ആ ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കണം. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? 1 എടുക്കുമ്പോൾ മാത്രമേ ഏത് ഈ ഒരു ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കുന്നുള്ളൂ. ഇവിടെ വേറെ ഏത് എലമെന്റ് എടുത്താലും, ഇവിടെ വേറെ ഏത് എലമെന്റ് നാച്ചുറൽ നമ്പറുള്ള ഏത് എടുത്താലും 1 ലഭിക്കില്ല. നമുക്ക് ആലോചിച്ചായിരുന്നൂടെ? 2, 3 ഏത് വരുമ്പോഴും ഒരിക്കലും അതിന്റെ LCM ഒരിക്കലും 1 ആകില്ല. അപ്പോൾ ഇവിടെ 1 എടുക്കുമ്പോൾ മാത്രമേ ഏത് ഇവിടെ ഈ ഐഡന്റിറ്റി എലമെന്റ് ലഭിക്കുന്നുള്ളൂ. Therefore അപ്പൊ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഈക്വൽ ടു 1 എന്ന് എഴുതുക. ആൻഡ് 1*1 ഈക്വൽ ടു 1. ദാറ്റ് ഈസ്, അതായത് the only element which is invertible is അതായത് the only element which is invertible is 1. The only one element which is invertible is 1. അല്ലെങ്കിൽ the element invertible is 1. Which are the elements ആണ് ചോദിച്ചിട്ടുള്ളത്. Which elements of n are invertible? അപ്പോൾ the element invertible is, the only one element invertible is 1 എഴുതാം. The only one element invertible is, which is അങ്ങനെ എഴുതണമെന്നില്ല. The only one element invertible is 1. The only one element invertible is 1. അതായത് 1*1 ഈക്വൽ ടു 1. അതായത് സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഈക്വൽ ടു 1. അതുപോലെ നമുക്ക് പിന്നെ എഴുതാം 1*1 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് the only one element invertible is 1. The only one element invertible is 1. 1 മാത്രമേ ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നുള്ളൂ. വേറെ ഏതും ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നില്ല. നമുക്ക് അറിയാം, വേറെയുള്ള ഏത് നമ്പർ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 1 ലഭിക്കില്ല. ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 1 ലഭിക്കില്ല. അതുകൊണ്ട് അതായത് the only one element invertible is 1. അപ്പൊ ഇത്രയുമാണ് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അങ്ങനെ തുടങ്ങിയ ഓരോ ചാപ്റ്ററിൻ്റെ ഇതുപോലുള്ള പ്രോബ്ലംസ് അതിൻ്റെ അടുത്തായി വരാനുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ തിയറി പോർഷൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.